ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 24 മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി, 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത് 1978 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം രൂപീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്ക. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നുമാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം 4A ആർട്ടിക്കിൾ 51A. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പി, രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. എന്നാൽ ലോകസഭാ സ്പീക്കറാണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂർ. തൃശ്ശൂരിലാണ് 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. ഇതിൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനാണ്. ഉദ്ഘാടനം ചെയ്തത് കൊച്ചി രാജാവാണ്. 12. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഡി, വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ 1836 സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം.